ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 20-ാമത്തെ അധ്യായം. ഇതിൽ 14-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ വിംശോധ്യായഃ. മൈത്രേയ ഉവാച. ഭഗവാനപി വൈകുണ്ഠ സാകം മഘവതാ വിഭു യജ്ഞൈര്യജ്ഞപതിസ്തുഷ്ടോ യജ്ഞഭുക്തമഭാഷത. ശ്രീഭഗവാനുവാച. ഏഷ തേ അകാരശീദ്ഭംഗം ഹയമേധശതസ്യഃ ക്ഷമാപയദാത്മാനമമുഷ്യ ക്ഷന്തുമർഹസി. സുധിയഃ സാധവോ ലോകേ നരദേവ നരോത്തമാഃ നാഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ യർഹിനാത്മാ കളേബരം. പുരുഷാ യദി മുഹ്യന്തി ത്വാദൃശാ ദേവമായയാ ശ്രമയേവ പരം ജാതോ ദീർഘയാ വൃദ്ധസേവയാ. അധക്കായമിമം വിദ്വാന വിദ്യാകാമകർമ്മഭി ആരബ്ധ ഇതി നൈവാസ്മിൻ പ്രതിബുദ്ധോനുഷജ്ജത്തെ. അസംസക്ത ശരീരേസ്മിൻ അമുനോൽപാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാപി കക്കുര്യാൻ മമതാം ബുധ. ഏകശുദ്ധ സ്വയം ജ്യോതിർ നിർഗുണോസൗ ഗുണാശ്രയ സർവഗോനാവൃത സാക്ഷി നിരാത്മാത്മാത്മനഃ പര. യേവം സന്തമാത്മാനമാത്മസ്ഥം വേദപൂരുഷം നാജ്യതേ പ്രകൃതിസ്ഥോപി തദ്ഗുണൈഃ സമയി സ്ഥിതേ. യ സ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാൻവിതഃ ഭജതേ ശനൈസ്തസ്യ മനോരാജൻ പ്രസീദതി. പരിത്യക്തഗുണ സമ്യക് ദർശനോ വിശദാശയ ശാന്തിം മേ സമവസ്ഥാനം ബ്രഹ്മകൈവല്യമശ്നുതേ. ഉദാസീനമിവാധ്യക്ഷം ദ്രവ്യജ്ഞാനക്രിയാത്മനാം കൂടസ്ഥമിമമാത്മാനം യോ വേദാപ്നോതി ശോഭനം. ഭിന്നസ്യ ലിംഗസ്തി ഗുണപ്രവാഹോ ദ്രവ്യക്രിയാകാരകചേതനാത്മനഃ. ദൃഷ്ടാസു സംബൽസു വിപൽസു സൂരയോ ന വിക്രിയന്തേ മയി ബദ്ധസൗഹൃദാഃ. സമസ്സമാനോത്തമമധ്യമാധമ സുഖേ ച ദുഃഖേ ച ജിതേന്ദ്രിയ ആശയഃ. മയോപകൃത്താഖിലലോകസംയുതോ വിധൽസ്വവീരാഖിലലോകരക്ഷണം. ശ്രേയപ്രജാപാലനമേവ രാജ്ഞോ യത്സാംപരായേ സുകൃതാൽ ഷഷ്ഠമംശം. ഹർത്താന്യഥാ ഹൃതപുണ്യപ്രജാനാം അരക്ഷിതാ കരഹാരോഗം അത്തി. 14-ാമത്തെ ശ്ലോകം അത് മുഴുവനായിട്ട് പറഞ്ഞിട്ടില്ല, അതാണ് ഒന്നും കൂടി പറയാം. ശ്രേയപ്രജാപാലനമേവ രാജ്ഞോ യൽ സാംപരായേ സുകൃതാൽ ഷഷ്ഠമംശം. ഹർത്താന്യഥാ ഹൃതപുണ്യ പ്രജാനാം അരക്ഷിത കരഹാരോഗമത്തി. രാജാവിന് ആ പ്രജാപാലനം ആണ് ആ ശ്രേയസ്സിന് ഏറ്റവും നല്ലതായിട്ടുള്ളത്. എന്തെന്നാൽ ആ പ്രജകളുടെ അസുഹൃതം അദ്ദേഹത്തിന് മരിച്ചതിന് ശേഷം പരലോകത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ഒരു 1/6 അദ്ദേഹത്തിന് ലഭിക്കണു. എന്നാൽ ആ പ്രജകളെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കാത്ത രാജാക്കന്മാർ, കരം പിരിച്ചെടുത്തിട്ട് അവർക്ക് വേണ്ടതൊന്നും കൊടുക്കാത്ത ആ രാജാക്കന്മാർ ആ പ്രജകളുടെ ആ പാപത്തെയാണ് അവർ വഹിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലത്തെ പദങ്ങളുടെ അർത്ഥങ്ങൾ ഇന്നലെ പറഞ്ഞു. അതുപോലെ അന്വയം രാജ്ഞഃ പ്രജാപാലനം ഏവ ശ്രേയഃ യൽ സുകൃതാത് ഷഷ്ഠമംശം സാംപരായേ ഹർത്ത അന്യഥാ പ്രജാനാം അരക്ഷിത കരഹാരഃ ഹൃതപുണ്യഃ അഘം അത്തി. അതിന്നലെ പറഞ്ഞു. ആ രാജാവിന് ആ പ്രജാപാലനം ആണ് ശ്രേയമാർഗം. കാരണം പ്രജകളുടെ സുഹൃതത്തിൽ നിന്നും 1/6 ആ പരലോകത്തിൽ നേടുന്നവനാണ് രാജാവ്. അല്ലാതെ ആ പ്രജാപാലനം ചെയ്യാതെ ആ കരം പിരിക്കുന്നവൻ ആ പുണ്യം നശിച്ചവനായിട്ട് ആ പാപത്തെ ഭുജിക്കുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അല്ലയോ
രാജാവിന് ആ പ്രജാപാലനമാണ് പരമശ്രേയസ്സിന് കാരണം എങ്കിൽ പരലോകത്ത് നിന്നാൽ പ്രജകളുടെ പുണ്യത്തിൻ്റെ 1/6 അനുഭവിക്കാം. കരം പിരിച്ച് വേണ്ട പോലെ ആ പ്രജാസംരക്ഷണം ചെയ്യാത്ത രാജാവ് പാപത്തെ അനുഭവിക്കും എന്ന് പറഞ്ഞു. രാജഭോഗത്തിൻ്റെ വിഹിതം എത്രയെന്നതിനെ പറ്റിയിട്ട് സ്മൃതികളിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഷഡ്ഭാഗം തന്നെയാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഭൂസ്വാമി തു സ്മൃതോ രാജ നാന്യദ്രവ്യസ്യ സർവദാ തൽഫലസ്യ തു ഷഡ്ഭാഗം പ്രാപ്നുയാൻ നാന്യഥൈവതു. സ്മൃതി പറയുന്നത് ആ ഷഡ്ഭാഗം തന്നെയാണ് പറയുന്നത്. 6 ഭാഗം. കൗടില്യ മനുസ്മൃതിയിലൊക്കെ ഇതേപോലെ പറയുന്നുണ്ട്. അപ്പോൾ ജനങ്ങളുടെ പുണ്യത്തിൻ്റെ ഷഡ്ഭാഗം രാജാവ് അനുഭവിക്കുന്നുവെന്ന് യാജ്ഞവൽക്യസ്മൃതിയിലും പറയുന്നുണ്ട്. പുണ്യാൽ ഷഡ്ഭാഗമാദത്തെ ന്യായേന പരിപാലയൻ. കരം പിരിച്ച് വേണ്ടതുപോലെ പ്രജാപാലനം ചെയ്യാതിരുന്നാൽ ആ പ്രജകളുടെ പാപത്തിൻ്റെ അർദ്ധഭാഗം രാജാവ് അനുഭവിക്കേണ്ടി വരുമെന്നും അരക്ഷ്യമാണ കുർവന്തി യൽ കിഞ്ചിൽ കിൽബിഷം പ്രജാഹ തസ്മാത്തു നൃപതേരർത്ഥം യസ്മാത് ഗൃഹാത്യസൗ കരാൻ യാജ്ഞവൽക്ക സ്മൃതിയിൽ പറയുന്നുണ്ട്. ഇവിടെ രാജാവിൻ്റെ കല്യാണം പ്രജാപാലനത്തിലാണ്. അതുകൊണ്ട് അദ്ദേഹം ആ പരലോകത്തിൽ ആ പ്രജകളുടെ പുണ്യത്തിൻ്റെ 1/6 അദ്ദേഹം അനുഭവിക്കുന്നു. ഇതിന് വിപരീതമായിട്ട് രാജാവ് പ്രജകളുടെ രക്ഷ ചെയ്തില്ല എങ്കിൽ, അതുപോലെ അവരിൽ നിന്നും ആ വൃഥാകരം പിരിച്ച് അവർക്ക് വേണ്ടതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പുണ്യവും നശിക്കുകയും മാത്രമല്ല പ്രജകളുടെ ആ പാപങ്ങളെ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ടും പാപങ്ങളുടെ അർദ്ധഭാഗത്തെ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടതായിട്ടും വരുന്നു എന്നുള്ള ആ അർത്ഥം, അതിൻ്റെ അർത്ഥം പറഞ്ഞു. അതിലെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. രാജ്ഞാ പ്രജാപാലനമേവ ശ്രേയഃ യതഃ പരലോകേ സ പ്രജാകൃതം സുകൃതാത് ഷഷ്ഠവംശം ഹരതി എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് പ്രജാപാലനമാണ് ശ്രേയസിൻ്റേതായിരിക്കുന്ന മാർഗം. യതഃ അതുകൊണ്ട് പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ രാജാവിന് പ്രജാകൃത സുകൃതാൽ പ്രജകൾ ചെയ്തിട്ടുള്ള സുകൃതങ്ങളുടെ ഷഷ്ഠവംശം 1/6 രാജാവിന് ഹരതി കിട്ടുന്നു. അപാലനാൽ വേണ്ട വിധത്തിൽ പാലിക്കപ്പെടാത്തതിനാൽ ആ രാജാവിന് പാപം ഹരതി ആ പ്രജകളുടേതായിരിക്കുന്ന പാപത്തെ ലഭിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ വ്യാഖ്യാനം പറഞ്ഞിരിക്കുന്നത് രാജ്ഞഃ പ്രജാപാലനമേവ ശ്രേയഃ രാജാക്കന്മാർക്ക് പ്രജാപാലനമാണ് ശ്രേയസ്സിൻ്റെ മാർഗം. യതഃ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ പരലോകത്തിലെത്തിയാൽ യതഃ പരലോകത്തിൽ അവർക്ക് പ്രജാകൃത സുകൃതാൽ പ്രജകൾ ചെയ്യുന്ന സുകൃതങ്ങളെ കൊണ്ടുള്ള ആ ഷഷ്ഠവംശം ഹരതി ആ 1/6 അവർക്ക് ലഭിക്കുന്നു. അപാലനാൽ വേണ്ട വിധത്തിൽ പാലിക്കപ്പെടാത്തതിനാൽ പാപം ഹരതി പാപത്തെ അവർ ഭുജിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. രാജ്ഞഃ പ്രജാപാലനമേവ ശ്രേയഃ യതഃ പരലോകേ സ പ്രജാകൃത സുഹൃതാത് ഷഷ്ഠവംശം ഹരതി. അടുത്തത് 15ാമത്തെ ശ്ലോകമാണ് നമുക്ക് നോക്കാനുള്ളത്. 15ാമത്തെ ശ്ലോകം വായിക്കാം. ഏവം ദ്വിജാഗ്ര്യാനുമതാനുവൃത്തധർമ്മപ്രധാനോന്യതമോ വിതാസ്യാഃ ഹ്രസ്വേന കാലേന ഗൃഹോപയാതാൻ ദ്രഷ്ടാസി സിദ്ധാനനുരക്തലോകഃ. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. ഏവം ദ്വിജാഗ്ര്യാനുമതാനുവൃത്തധർമ്മപ്രധാനോന്യതമോ വിതാസ്യാഃ ഹ്രസ്വേന കാലേന ഗൃഹോപയാതാൻ ദ്രഷ്ടാസി സിദ്ധാൻ അനുരക്തലോകഃ. അപ്പോൾ ഇപ്രകാരം ബ്രാഹ്മണശ്രേഷ്ഠന്മാരാൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളതും ആചരിക്കപ്പെട്ടതും ആയിട്ടുള്ള രാജധർമ്മങ്ങൾ അതിനെയൊക്കെ മുറുകെ പിടിച്ചിട്ട്
അതിൽ അത്യാസക്തനാകാതെ ശ്രദ്ധിച്ചും അതുപോലെ രാജ്യത്തിൻ്റെ പാലകനായി തീർന്നിട്ട്, അങ്ങനെ ശ്രദ്ധിച്ച രാജ്യത്തിൻ്റെ പാലകനായി തീർന്നിട്ട് ആ ലോകരുടെ പ്രീതി സമ്പാദിച്ച് കഴിയുന്ന അങ്ങ് അല്പകാലം കൊണ്ട് ആ സ്വഗൃഹത്തിലേക്ക് വന്നെത്തുന്ന ആ സിദ്ധന്മാരെ ദർശിക്കാനിടയാവും എന്നുള്ളതാണ് പറയുക. ഏവം ദ്വിജാഗ്രാനുമതാനുവൃത്ത പ്രകാരം ബ്രാഹ്മണരാൽ മുമ്പ് പാരമ്പര്യമനുസരിച്ച് ആചരണം അനുസരിച്ച് പറഞ്ഞു വന്നിട്ടുള്ള ധർമ്മങ്ങളുടെ ആ പ്രവൃത്തി കൊണ്ട് അന്യതമോ വിത്താസ്യാഹ ആ രാജധർമ്മങ്ങളെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അതിലൊന്നും അത്യാസക്തനല്ലാതെ കണ്ട് ധർമ്മപ്രധാനോ അന്യതമോ വിദാസ്യാഹ ഹ്രസ്വേന എന്ന ഗൃഹോപയാതാൻ അങ്ങനെയൊക്കെ ആ രാജ്യത്തിൻ്റെ പാലകനായിട്ട് സർവ്വലോകരുടെയും പ്രീതി സമ്പാദിച്ചു കഴിയുന്ന അങ്ങന്നിന് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ആ സ്വഗൃഹത്തിലേക്ക് എത്തി ആ സിദ്ധന്മാരെ ദർശിക്കാനിടയാവും. ദ്രഷ്ടാസി സിദ്ധാൻ അനുരക്തലോക എന്നുള്ളതാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പദങ്ങൾ നോക്കാം. ഏവം ഇപ്രകാരം ദ്വിജാഗ്രാനുമതാനുവൃത്ത ധർമ്മപ്രധാന ആ ബ്രാഹ്മണരാൽ അനുവദിക്കപ്പെട്ടതും പൂർവീകരാൽ ആചരിക്കപ്പെട്ടതും ആയ രാജധർമ്മത്തെ മുറുകെ പിടിച്ചെന്നർത്ഥം. ദ്വിജാഗ്രാനുമതാനുവൃത്ത ധർമ്മപ്രധാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണരാൽ അനുവദിക്കപ്പെട്ടതും പൂർവീകരാൽ ആചരിക്കപ്പെട്ടതുമായിരിക്കുന്ന ആ രാജധർമ്മത്തെ മുറുകെ പിടിച്ചും അന്യതമഃ അതിൽ അത്യാസക്തനാകാതെ ശ്രദ്ധിച്ചും, അന്യതമഃ എന്ന് പറഞ്ഞാൽ അതിൽ ആസക്തനല്ലാതെ ശ്രദ്ധിച്ചും അസ്യാഹ ഈ രാജ്യത്തിൻ്റെ അവിത പാലകനായിട്ട് അനുരക്തലോക ആ ലോകരുടെ പ്രീതി സമ്പാദിച്ചു കഴിയുന്ന ലോകരുടെ പ്രീതി സമ്പാദിച്ചു കഴിയുന്ന അങ്ങ് ഹ്രസ്വേന കാലേന അല്പകാലം കൊണ്ട് ഗൃഹോപയാതാൻ സ്വന്തം ഗൃഹത്തിലേക്ക് വന്നെത്തുന്ന സിദ്ധന്മാരെ ദ്രഷ്ടാസി ദർശിച്ചവനാകും. എന്നുകൂടി പറയാം. ഏവം ഇപ്രകാരം ദ്വിജാഗ്രാനുമതാനുവൃത്ത ധർമ്മപ്രധാന ആ ബ്രാഹ്മണരാൽ അനുവദിക്കപ്പെട്ടതും പൂർവീകരാൽ ആചരിക്കപ്പെട്ടതുമായിരിക്കുന്ന രാജധർമ്മങ്ങളെ മുറുകെ പിടിച്ചും അന്യതമഃ അതിൽ അത്യാസക്തനാകാതെ ശ്രദ്ധിച്ചും അസ്യാഹ ഈ രാജ്യത്തിൻ്റെ അവിത പാലകനായിട്ട് അനുരക്തലോക അലോകരുടെ പ്രീതി സമ്പാദിച്ചു കഴിയുന്ന അങ്ങ് ഹ്രസ്വേന കാലേന അല്പകാലം കൊണ്ട് ഗൃഹോപയാതാൻ സ്വഗൃഹത്തിലേക്ക് വന്നെത്തുന്ന സിദ്ധന്മാരെ ദ്രഷ്ടാസി കണ്ടവനായിട്ട് തീരും ആണ് പറയുന്നത്. അപ്പോൾ ഏവം ദ്വിജാഗ്രാനുമതാനുവൃത്ത ധർമ്മപ്രധാന അന്യതമഃ അസ്യാഹ അവിത അനുരക്തലോകഃ ഹ്രസ്വേന കാലേന ഗൃഹോപയാതാൻ സിദ്ധാൻ ദ്രഷ്ടാസി എന്നും കൂടി പറയാം. ഏവം ദ്വിജാഗ്രാനുമതാനുവൃത്ത ധർമ്മപ്രധാന അന്യതമഃ അസ്യാഹ അവിത അനുരക്തലോകഃ ഹ്രസ്വേന കാലേന ഗൃഹോപയാതാൻ സിദ്ധാൻ ദ്രഷ്ടാസി ഇപ്രകാരം ആ ബ്രാഹ്മണരാൽ അനുവദിക്കപ്പെട്ടതും പൂർവീകരാൽ ആചരിക്കപ്പെട്ടതുമായിരിക്കുന്ന രാജധർമ്മത്തെ മുറുകെ പിടിച്ചും അതിൽ അത്യാസക്തനാകാതെ ശ്രദ്ധിച്ചും ഈ രാജ്യത്തിൻ്റെ ആ പാലകനായിട്ട് ആ ലോകരുടെ പ്രീതി സമ്പാദിച്ചു കഴിയുന്ന അങ്ങ് അല്പകാലം കൊണ്ട് സ്വഗൃഹത്തിലേക്ക് വന്നെത്തുന്ന സിദ്ധന്മാരെ ദർശിച്ചവനാകും. അപ്പോൾ ബ്രാഹ്മണശ്രേഷ്ഠരായിരിക്കുന്ന ആചാര്യന്മാർ വിധിച്ച പ്രകാരമുള്ള അധർമ്മമനുസരിച്ച് ഈ ഭൂമിയുടെ രക്ഷകനായും അതേസമയം ഒന്നിലും ആസക്തിയില്ലാത്തവനായും വർത്തിച്ചാൽ അധികം താമസിയാതെ തന്നെ സിദ്ധന്മാരായിട്ടുള്ള സനകാദികൾ അങ്ങയെ സന്ദർശിക്കും എന്ന് ഇവിടെ ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പോൾ ഇപ്രകാരം വിചാരിച്ച് അങ്ങ് ആ ബ്രാഹ്മണരുടെ സമ്മതി ആ പൂർവപരമ്പരകളിൽ നിന്നും പ്രാപ്തമാക്കി ആ ധർമ്മത്തെ മുഖ്യമായി സ്വന്തമാക്കി
ഒന്നിലും ആസക്തിയില്ലാതെ ഈ പൃഥ്വിയെ ന്യായപൂർവക പാലനം ചെയ്തുകൊണ്ടിരിക്കണം. എങ്കിൽ എല്ലാ ജനവും അങ്ങയെ പ്രേമിക്കും. കുറച്ച് ദിവസത്തിനുള്ളിൽ അങ്ങയ്ക്ക് സനകാദികളുടെ ദർശനം അങ്ങയുടെ ഗൃഹത്തിൽ സാധ്യമാവുന്നതാണ്. പ്രകാരം ആ ബ്രാഹ്മണോത്തമന്മാരാൽ അനുവദിക്കപ്പെട്ടതും ഈ പൂർവികന്മാരാൽ അനുവർത്തിക്കപ്പെട്ടതും ആയിരിക്കുന്ന രാജധർമ്മത്തെ പ്രധാനമാക്കിക്കൊണ്ടും എന്നാൽ അതിൽ അനാസക്തനായി മാറി നിന്നുകൊണ്ടും ഈ ഭൂമിയുടെ രക്ഷകനായിരുന്ന ആ ലോകപ്രീതി ആർജിച്ചു കഴിയുന്ന അങ്ങ് ചുരുങ്ങിയ കാലം കൊണ്ട് സ്വയം വന്നുചേരുന്ന സിദ്ധമാമുനിമാരെ കാണാൻ ഇടയാകും. അപ്പോൾ ഇതിലെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്ന് നോക്കാം. വ്യാഖ്യാനത്തിൽ അതോ ഹേ പൃഥോ, അതുകൊണ്ട് അല്ലയോ പൃഥോ, പൃഥിവ്യാഹ രക്ഷണം കുർവൻ, ആ പൃഥിവിയെ രക്ഷിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ സൻ കുറച്ചു കാലം കൊണ്ട് സ്വൽപ്പകാലേന ഗൃഹാഗതാൻ വീട്ടിൽ പോയി കഴിയുമ്പോൾ സനകാദീൻ ദ്രക്ഷ്യസി, സനകാദി മുനിമാരെ അങ്ങക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതോ ഹേ പൃഥോ, അതുകൊണ്ട് അല്ലയോ പൃഥുമഹാരാജാവേ, പൃഥിവ്യാഹ ആ പൃഥിവിയെ രക്ഷണം കുർവൻ രക്ഷിച്ച് അങ്ങ് സ്വൽപ്പകാലം കൊണ്ട് പൃഥിവിയെ രക്ഷിച്ച് പൃഥിവ്യാ രക്ഷണം കുർവൻ സൻ സ്വൽപ്പകാലേന പൃഥിവിയെ രക്ഷിച്ച് അങ്ങ് സ്വൽപ്പകാലം കൊണ്ട് ഗൃഹാഗതാൻ വീട്ടിൽ എത്തിച്ചേരുന്ന ഗൃഹാഗതാൻ വീട്ടിലെത്തിച്ചേരുന്ന സനകാദീൻ രക്ഷ്യസി സനകാദികളെ അങ്ങ് ദർശിക്കും. അപ്പോൾ അടുത്ത വ്യാഖ്യാനം അതോ ഹേ പൃഥോ പൃഥിവ്യാഹ രക്ഷണം കുർവൻ സൻ സ്വൽപ്പകാലേന ഗൃഹാഗതാൻ സനകാദീൻ രക്ഷ്യസി. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം വരം ച മൽക്കാഞ്ചനമാനവേന്ദ്ര വൃണീഷ്വദേഹം ഗുണശീലയന്ത്രിത നാഹം മഖൈർവൈ സുലഭസ്തപോഭിർ യോഗേന വായൽ സമചിത്തവർത്തി വരം ച മത്കഞ്ചനമാനവേന്ദ്ര വൃണീഷ്വദേഹം ഗുണശീലയന്ത്രിത നാഹം മഖൈർവൈ സുലഭസ്തപോഭിർ യോഗേന വായത് സമചിത്തവർത്തി. അല്ലയോ രാജാവേ മാനവേന്ദ്ര, അങ്ങനെ നാം അങ്ങയുടെ മഹാവിഷ്ണു പറയുകയാണ്, നാം അങ്ങയുടെ ഗുണം ശീലം ഇത്യാദികളിൽ വശീകൃതനായി വരം ചമൽ കഞ്ചന, അതുകൊണ്ട് അങ്ങ് എന്നിൽ നിന്നും വരത്തെ എന്തെങ്കിലും വാങ്ങിക്കണം. വരം ചമൽ കഞ്ചനമാനവേന്ദ്ര വൃണീഷ്വ തേഹം, എന്നിൽ നിന്നും വരത്തെ വാങ്ങിക്കണം. ശീലയന്ത്രിത, അങ്ങയുടെ ഗുണം ശീലം ഇത്യാദികളാൽ ഞാൻ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. നാഹം മഖൈർവൈ സുലഭസ്തപോഭിർ, എന്നെ ആ യജ്ഞം തപസ് അതുപോലെ യോഗം ഇത്യാദികളാൽ സുലഭനല്ല ഞാൻ. എന്നാൽ ഞാൻ എങ്ങനെയുള്ള ആളാണ്? യോഗേന വാ യൽ സമചിത്തവർത്തി, ഞാൻ സമചിത്തന്മാരിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ട് വെറുതെ യജ്ഞങ്ങൾ തപസ് യോഗം ഇവയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്നെ ലഭിക്കില്ല. ഗുണങ്ങളോട് കൂടിയിട്ടുള്ള നല്ല ക്ഷമ ഇത്യാദി ഗുണങ്ങളോട് കൂടി ചെയ്യുന്ന യജ്ഞങ്ങൾ തപസ് യോഗം ഇവയൊക്കെ ചെയ്താൽ പോലും എന്നെ കിട്ടില്ല. പക്ഷേ ഞാൻ സമചിത്തന്മാരായിട്ടുള്ളവരിൽ വർത്തിക്കുന്ന ആളാണ്. അങ്ങേപോലെ സമചിത്തരായിട്ടുള്ള മഹാത്മാക്കളിൽ വർത്തിക്കുന്നവനാണ് നൃത്തം. അതുകൊണ്ട് അങ്ങയുടെ ഗുണങ്ങളെയും ശീലങ്ങളെയും ഒക്കെ എനിക്ക് ഗുണങ്ങളും ശീലങ്ങളൊക്കെ അവ കൊണ്ട് ഞാൻ വശീകൃതനായി. അതുകൊണ്ട് എന്നിൽ നിന്നും അങ്ങ് വരത്തെ വാങ്ങിക്കണം. വരം ജമൽ കഞ്ചനമാനവേന്ദ്ര വൃണീഷ്വദേഹം ഗുണശീലയന്ത്രിത നാഹം മഖൈർവൈ സുലഭസ്തപോഭിർ യോഗേന വായൽ സമചിത്തവർത്തി. അപ്പോൾ ഹേ മാനവേന്ദ്ര, അല്ലയോ രാജാവേ, അഹം നാം തേ അങ്ങയുടെ ഗുണശീലയന്ത്രിത ഗുണം ശീലം ഇത്യാദികളാൽ വശീകൃതനായിരിക്കുന്നു. മത് എന്നിൽ നിന്ന് കഞ്ചന വരം ച ഏതെങ്കിലും വരത്തെയും വൃണീഷ്വ വരിച്ചുകൊള്ളുക. മഖൈഹി യജ്ഞങ്ങൾ തപോഭി തപസ്
യോഗേന വാ യോഗാഭ്യാസം യോഗ കൊണ്ടൊന്നും അഹം വൈ നാമാകട്ടെ ന സുലഭ എളുപ്പം പ്രസാദിക്കില്ല. യത് കാരണം സമചിത്തവർത്തി സമചിത്തരായ സജ്ജനങ്ങളിൽ വസിക്കുന്നവനാണ് ഞാൻ. ഒന്നും കൂടി പറയാം. ഹേ മാനവേന്ദ്ര, അല്ലയോ രാജാവേ, അഹം നാം, തേ അങ്ങയുടെ, ഗുണശീലയന്ത്രിത ഗുണം ശീലം ഇത്യാദികളാൽ വശീകൃതനായിരിക്കുന്നു. മത് എന്നിൽ നിന്ന്, കഞ്ചന വരം ച ഏതെങ്കിലും വരത്തെയും, വൃണീഷ വരിച്ചുകൊള്ളുക, മഖൈഹി യജ്ഞങ്ങൾ, തപോഭിഹി തപസ്, യോഗേന വാ യോഗാഭ്യാസം ഇവയെ കൊണ്ടൊന്നും അഹം വൈ നാമാകട്ടെ ന സുലഭ എളുപ്പത്തിൽ പ്രസാദിക്കില്ല. യത് കാരണം സമചിത്തവർത്തി സമചിത്തരായ സജ്ജനങ്ങളിൽ വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ ഇതിൽ തന്മയം വന്നിട്ട് ഹേ മാനവേന്ദ്ര അഹം തേ ഗുണശീലയന്ത്രിത മത് കഞ്ചനവരം വൃണീഷ്വ കഞ്ചനവരം ച വൃണീഷ്വ മഖൈഹി തപോഭി യോഗേന വാ അഹം ന സുലഭ യത് സമചിത്തവർത്തി. ഒന്നും കൂടി പറയാം. ഹേ മാനവേന്ദ്ര അഹം തേ ഗുണശീലയന്ത്രിത മൽ കഞ്ചനവരം ച വൃണീഷ്വ മഖൈഹി തപോഭി യോഗേന വാ അഹം വൈ ന സുലഭ യത് സമചിത്തവർത്തി. അല്ലയോ രാജാവേ, അങ്ങയുടെ ഗുണം ശീലം ഇത്യാദികളാൽ വശീകൃതനായിരിക്കുന്നു ഞാൻ. അങ്ങയുടെ അങ്ങനെയാണ് ഞാൻ അങ്ങയുടെ നാം അങ്ങയുടെ ഗുണം ശീലം ഇത്യാദികളാൽ വശീകൃതനായിരിക്കുന്നു. എന്നിൽ നിന്നും എന്തെങ്കിലും വരത്തെയും വരിച്ചുകൊള്ളുക. യജ്ഞങ്ങൾ, തപസ്, യോഗങ്ങൾ ഇവ കൊണ്ടൊന്നും ഞാൻ എളുപ്പം പ്രസാദിക്കില്ല. കാരണം സമചിത്തരായിരിക്കുന്ന സർജനങ്ങളിൽ വസിക്കുന്നവനാണ് ഞാൻ. അല്ലയോ രാജശ്രേഷ്ഠ, നാം അങ്ങയുടെ ഗുണം ശീലം ഇത്യാദികളാൽ വശീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്തെങ്കിലും വരം ചോദിക്കൂ. സമചിത്തത എന്ന ഭാവത്തിലാണ് നാം പ്രസാദിക്കുക. യജ്ഞങ്ങൾ, തപസ് ഇത്യാദികളാൽ നമ്മെ പ്രാപിക്കാൻ അത്ര എളുപ്പം അല്ല. എന്ന് പറയുകയാണ്. അപ്പോൾ അല്ലയോ രാജാവേ, അങ്ങയുടെ ആ ഗുണങ്ങളും സ്വഭാവവും എന്നെ വശത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങക്ക് എന്ത് ഇച്ഛയുണ്ടെങ്കിലും അതിനെ വരമായി എന്നിൽ നിന്നും ചോദിക്കാം. ക്ഷമാ ആദി ഗുണരഹിതമായ യജ്ഞം, തപസ്, യോഗം ഇവ കൊണ്ടൊന്നും എന്നെ ലഭിക്കാൻ സരളം അല്ല. ഞാൻ സമത്വശീലമുള്ള ഹൃദയത്തിലാണ് വസിക്കുന്നത്. രാജാവേ, എന്നിൽ നിന്നും എന്തെങ്കിലും വരത്തെയും വരിച്ചുകൊള്ളുക. ഞാൻ അങ്ങയുടെ ഗുണശീലങ്ങളാൽ വശീകൃതനായിരിക്കുന്നു. യജ്ഞങ്ങളാലോ തപസ്സുകളാലോ യോഗങ്ങളാലോ ഞാൻ ഒരിക്കലും സുലഭനാവുകയില്ല. എന്തെന്നാൽ സമചിത്തരായ ആ സത്തുക്കളുടെ ഹൃദയത്തിലാണ് ഞാൻ വർത്തിക്കുന്നത്. ഇതിലെ വ്യാഖ്യാനം നോക്കാം. വ്യാഖ്യാനത്തിൽ അഹം വശീകൃതചിത്തേന, ഞാൻ അങ്ങയുടെ ചിത്തത്തിൽ വശീകൃതനായിട്ട്, ചിത്തം കൊണ്ട് വശീകൃതനായി, വശീകൃതചിത്തേന യഥാ സുലഭസ്തഥാ യജ്ഞാദിഭിർന്ന, വശീകൃതനായി യഥാ സുലഭസ്തഥാ, ഞാൻ സുലഭനാണ്. യജ്ഞാദിഭിർ ന, യജ്ഞങ്ങളെ കൊണ്ടൊക്കെ, അങ്ങയുടെ യജ്ഞങ്ങളെ കൊണ്ടൊക്കെ സുലഭനാണ്. യജ്ഞാദികൾ, യജ്ഞം, യോഗം തുടങ്ങിയവയെ കൊണ്ടൊന്നും ഞാൻ സുലഭനല്ലെങ്കിലും അതഹ കംജിൽ, അങ്ങയിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതഹ കംജിൽ, എന്തെങ്കിലും വരം വൃണീഷ്വ, എന്നോട് വാങ്ങിക്കണം. അഹം വശീകൃത ചിത്തേന, ഞാൻ അങ്ങയുടെ ഗുണം ശീലം ആദികളിൽ വശീകൃത ചിത്തനായിരിക്കുന്നു. യഥാ സുലഭസ്തഥാ യജ്ഞാദിഭിർന്ന, യജ്ഞാദികളെ കൊണ്ട് സുലഭനല്ലാത്ത ഞാൻ അങ്ങയുടെ നല്ല ഗുണശീലങ്ങളാൽ വശീകൃതനായിരിക്കുന്നു. അതഹ, അതുകൊണ്ട് കഞ്ചിൽ വരം വൃണീഷ്വ, എന്തെങ്കിലും വരം എന്നോട് ചോദിക്കണം എന്നുള്ളത്. അപ്പോൾ അഹം വശീകൃത ചിത്തേന യഥാ സുലഭസ്തഥാ
യജ്ഞാതിഭിർന്ന അതഃ കഞ്ചിൽ വരം വൃണീഷ്വ എന്നുള്ളതാണ് ആ വ്യാഖ്യാനം. ഒന്നുകൂടെ വായിക്കാം. അഹം വശീകൃതചിത്തേന യഥാ സുലഭസ്തഥാ യജ്ഞാതിഭിർന്ന അതഃ കഞ്ചിൽ വരം വൃണീഷ്വ. ഇതാണ് വ്യാഖ്യാനത്തിൽ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത സയിത്തം മൈത്രേയൻ്റെ അറിയണം. സയിത്തം ലോകഗുരുണ വിശ്വക്സേനേന വിശ്വജിത്ത് അനുശാസിത ആ ദേശം ശിരസാ ജഗൃഹേ ഹരേ. സയിത്തം ലോകഗുരുണ പ്രകാരം ആ ലോകഗുരുവായിരിക്കുന്ന ആ മഹാവിഷ്ണു വിശ്വക്സേനേന വിശ്വജിത്ത് ആ അനുശാസിക്കപ്പെട്ട ആ ആദേശത്തെ ആജ്ഞയെ വിശ്വാത്മാവും ഭഗവാന്റെ വാത്സല്യം ത്തോടു കൂടിയിട്ടുള്ള ആ ആദേശത്തെ ശിരസാ ജഗൃഹേ ഹരേഹേ ആ പൃഥ്വിമഹാരാജാവ് തൻ്റെ ശിരസ്സുകൊണ്ട് ശിരസിൽ ധരിച്ചു. സയിത്തം ലോകഗുരുണ മഹാവിഷ്ണുവിനാൽ ഇപ്രകാരം മഹാവിഷ്ണുവിനാൽ ലോകഗുരുവായിരിക്കുന്ന വിശ്വക്സേനേന വിഷ്ണുവിനാൽ വിശ്വജിത്ത് ആ ലോക ജേതാവായിരിക്കുന്ന ആ പൃഥ്വിചക്രവർത്തി വിശ്വജിത്ത് ലോകത്തെ ജയിച്ചിരിക്കുന്ന ആ ചക്രവർത്തി അനുചക്രവർത്തിയോട് അനുശാസനം ചെയ്യപ്പെട്ട ആദേശത്തെ അദ്ദേഹം ശിരസാ ജഗൃഹേ ശിരസിൽ വഹിച്ചു. ഹരേ ആ ഹരിയുടെ ആ ആദേശങ്ങളെ അദ്ദേഹം ശിരസിൽ വരിച്ചു. പദങ്ങൾ ലോകഗുരുവായിരിക്കുന്ന വിശ്വക്സേനേന ആ മഹാവിഷ്ണുവാൽ ഇത്തം ഇപ്രകാരം അനുശാസിക്കപ്പെട്ടവനും വിശ്വജിത്ത് ലോകജേതാവുമായ സഹ ആ പൃഥ്വിചക്രവർത്തി ഹരേഹേ ആ ശ്രീഹരിയുടെ നിർദ്ദേശത്തെ ശിരസ്സുകൊണ്ട് ജഗൃഹേ ധരിച്ചു. എന്നുകൂടി പറയാം. ലോകഗുരുവായിരിക്കുന്ന വിശ്വക്സേനേന മഹാവിഷ്ണുവാൽ ഇത്തം ഇപ്രകാരം അനുശാസിക്കപ്പെട്ടവനും വിശ്വജിത്ത് ലോകജേതാവുമായിരിക്കുന്ന സഹ ആ പൃഥ്വിചക്രവർത്തി ഹരേഹേ ശ്രീഹരിയുടെ നിർദ്ദേശത്തെ ശിരസ്സുകൊണ്ട് ജഗൃഹേ ധരിച്ചു. അപ്പോൾ ലോകഗുരുണ വിശ്വക്സേനേന ഇത്തം അനുശാസിതം വിശ്വജിത്ത് സഹ ഹരേഹേ ആദേശം ശിരസാ ജഗൃഹേ. ഒന്നുകൂടെ പറയാം. ലോകഗുരുണ വിശ്വക്സേനേന ഇത്തം അനുശാസിത വിശ്വജിത് സഹ ഹരേഹേ ആദേശം ശിരസാ ജഗൃഹേ. ലോകഗുരുവായിരിക്കുന്ന മഹാവിഷ്ണുവിനാൽ ഇപ്രകാരം അനുശാസിക്കപ്പെട്ടവനും ലോകജേതാവുമായിരിക്കുന്ന ആ പൃഥ്വിചക്രവർത്തി ആ ശ്രീഹരിയുടെ നിർദ്ദേശത്തെ ശിരസ്സുകൊണ്ട് ധരിച്ചു. ലോകം മുഴുവൻ ഭരിക്കുന്ന ആ പൃഥ്വിചക്രവർത്തി വിഷ്ണു ഭഗവാന്റെ ഉപദേശം ബഹുമാന പുരസ്സരം സ്വീകരിച്ചു. ഹേ വിതുര, ആ സർവ്വലോക ഗുരുവായിരിക്കുന്ന മഹാവിഷ്ണുവിനാൽ ഇപ്രകാരം പറഞ്ഞതനുസരിച്ച് ആ ജഗത് വിജയിയായിരിക്കുന്ന മഹാരാജാവ് ആ പൃഥു അദ്ദേഹത്തിൻ്റെ ആ ഭഗവാന്റെ ആജ്ഞയെ ശിരോധാര്യം ചെയ്തു. ലോകഗുരുവായ ആ പൃഥുചക്രവർത്തി ലോകാചാര്യനായ ശ്രീഹരിയാൽ ഇപ്രകാരം അനുശാസനം ചെയ്യപ്പെട്ടവനായിട്ട് ആ ശ്രീഹരിയുടെ അനുശാസനത്തെ ശിരോനമനത്തോടെ സ്വീകരിച്ചു. ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. മൈത്രേയ ഉവാച, മൈത്രേയം പറയാണ്, ഹേ വിതുര, അല്ലയോ വിതുര, പൃഥുർ ഗുരോരാജ്ഞം പൃഥുചക്രവർത്തി ഗുരുവിൻ്റെ ആജ്ഞാം ലോകഗുരുവിൻ്റെ ആജ്ഞയെ ശിരസാ ജഗൃഹേ ശിരസിൽ വഹിച്ചു എന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഹേ വിതുര, പൃഥുർ ലോകഗുരോരാജ്ഞാം ആ പൃഥുചക്രവർത്തി ലോകത്തിൻ്റെ ഗുരുവായിരിക്കുന്ന ആ മഹാവിഷ്ണുവിൻ്റെ ആജ്ഞയെ പൃഥോരാജ്ഞാം ആ ആജ്ഞയെ ശിരസാ ജഗൃഹേ ശിരസിൽ വഹിച്ചു. ഹേ വിതുര, പൃഥുർ ലോകഗുരോരാജ്ഞാം ശിരസാ ജഗൃഹേ. അടുത്ത ശ്ലോകം. സ്പൃശന്തം പാദയോഃ പ്രേംണ
വ്രീഡിതം സ്വേന കർമ്മണ ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. സ്പൃശന്തം പാദയോഃ പ്രേംണ വ്രീഡിതം സ്വേന കർമ്മണ ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. അപ്പോൾ വാത്സല്യപൂർവം ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചവനും, സ്പൃശന്തം പാദയോ പ്രേംണ കെട്ടിപ്പിടിച്ചവനും, അതുപോലെ ആ പാദങ്ങളിൽ തൻ്റെ ആ പ്രവൃത്തിയാൽ വ്രീഡിതം സ്വേന കർമ്മണ തൻ്റെ പ്രവൃത്തിയാൽ ലജ്ജിതനും ആയിരിക്കുന്ന ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം അദ്ദേഹം വിദ്വേഷത്തെയൊക്കെ അവിടെ ത്യജിച്ചു. എന്നിട്ട് തൻ്റെ കർമ്മങ്ങളിൽ വ്രീഡിതനായിരിക്കുന്ന ആ ഇന്ദ്രനെ ശതക്രതും ആ ഇന്ദ്രനെ കെട്ടിപ്പുണർന്നു. പരിഷ്വജ്യ കെട്ടിപ്പുണർന്നു. ആ വിരോധഭാവം ഒക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് കെട്ടിപ്പുണർന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സ്പൃശന്തം പാദയോ പ്രേംണ വ്രീഡിതം സ്വേന കർമ്മണ ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. അതിലത്തെ പദങ്ങൾ പ്രേംണ വാത്സല്യപൂർവം, പാദയോഹോ പാദങ്ങളിൽ, സ്പൃശന്തം കെട്ടിപ്പിടിച്ചവനും, സ്വേന തൻ്റെ കർമ്മണ പ്രവൃത്തിയാൽ, വ്രീഡിതം ലജ്ജിച്ചവനുമായിരിക്കുന്ന ശതക്രതും ഇന്ദ്രനെ പരിഷ്വജ്യ കെട്ടിപ്പുണർന്ന്, വിദ്വേഷം വിരോധഭാവം, വിസസർജ ഉപേക്ഷിക്കുക തന്നെ ചെയ്തു. എന്നുകൂടി പറയാം. പ്രേംണ വാത്സല്യപൂർവം, പാദയോഹോ ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചവനും, സ്പൃശന്തം കെട്ടിപ്പിടിച്ചവനും, സ്വേന തൻ്റെ കർമ്മണ പ്രവൃത്തിയാൽ, വ്രീഡിതം ലജ്ജിച്ചവനുമായിരിക്കുന്ന ശതക്രതും ഇന്ദ്രനെ പരിഷ്വജ്യ കെട്ടിപ്പുണർന്ന്, വിദ്വേഷം വിരോധഭാവം, വിസസർജ ഉപേക്ഷിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഇതിൽ തന്വയം വന്നിട്ട് പ്രേംണ പാദയോഹോ സ്പൃശന്തം സ്വേന കർമ്മണ വ്രീഡിതം ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. ഒന്നും കൂടി പറയാം. പ്രേംണ പാദയോഹ സ്പൃശന്തം സ്വേന കർമ്മണ വ്രീഡിതം ശതക്രതും പരിഷ്വജ്യ വിദ്വേഷം വിസസർജ. അപ്പോൾ വാത്സല്യപൂർവം ആ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചവനും തൻ്റെ ആ പ്രവൃത്തിയാൽ ലജ്ജിച്ചവനുമായ ഇന്ദ്രനെ കെട്ടിപ്പുണർന്ന് വിരോധഭാവം ഉപേക്ഷിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഇന്ദ്രൻ തൻ്റെ കർമ്മത്തിൽ ലജ്ജിച്ച് പശ്ചാത്താപത്തോടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. വൈരമെല്ലാം ഉപേക്ഷിച്ച് ആ ഇന്ദ്രനെ എഴുന്നേൽപ്പിച്ച് ആ പൃഥ്വിചക്രവർത്തി കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ആ മഹാരാജാവായ ആ പൃഥു ആ വിശ്വാത്മാവും ഭക്തവത്സലനുമായിരിക്കുന്ന ഭഗവാനെ, അല്ല ഇതിപ്പോൾ 19ാമത്തെ ശ്ലോകം, 18ാമത്തെ ശ്ലോകം. അപ്പോൾ ആ വിതുര സർവ്വലോക ഗുരുവായിരിക്കുന്ന മഹാവിഷ്ണുവിനാൽ ഇപ്രകാരം പറഞ്ഞതനുസരിച്ച് ആ ജഗദ്വിജയായിരിക്കുന്ന മഹാരാജാവ് ആ പൃഥു അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ ശിരോധാര്യം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദേവരാജൻ ഇന്ദ്രൻ സ്വന്തം കർമ്മങ്ങളാൽ ലജ്ജിതനായി ആ പൃഥ്വിരാജാവിൻ്റെ ചരണങ്ങളിൽ വീഴാൻ ആരംഭിച്ചു. എന്നാൽ അദ്ദേഹത്തെ പ്രേമപൂർവകം ഹൃദയത്തിലേറ്റി ആ രാജാവ് തൻ്റെ മനോമാലിന്യങ്ങളെ നീക്കം ചെയ്തു. സ്നേഹാദരത്തോടെ പാദങ്ങളിൽ സ്പർശിച്ചു വണങ്ങുന്നവനും തൻ്റെ പ്രവൃത്തിയാൽ ലജ്ജിച്ചവനുമായിരിക്കുന്ന ഇന്ദ്രനെ ആശ്ലേഷിച്ച് ആ പൃഥ്വിചക്രവർത്തി ആ വിരോധഭാവം വെടിഞ്ഞു. വളരെ ആശ്ചര്യം ആയിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ തതഃ സ്വകർമ്മേണ ലജ്ജിതം, അവിടെ ആ സ്വന്തം കർമ്മങ്ങളാൽ ലജ്ജിതനായിരിക്കുന്ന പാദയോഹ സ്പൃശന്തം ഇന്ദ്രം പാദങ്ങളിൽ വീണ ആ ഇന്ദ്രനെ പരിഷ്വജ്യ കെട്ടിപ്പിടിച്ച് ദ്വേഷം വിസസർജ ആ പൃഥ്വിചക്രവർത്തി തൻ്റെ ആ ദ്വേഷത്തെ അവിടെ ഉപേക്ഷിച്ചു. തതഃ സ്വകർമ്മണ, അത് അപ്പോൾ സ്വന്തം കർമ്മങ്ങളാൽ ലജ്ജിതം പാദയോഹോ ലജ്ജിതനായിട്ട് പാദങ്ങളിൽ
സ്പൃശന്തമിന്ദ്രം പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച ആ ഇന്ദ്രനെ പരിഷൃജ്യ അദ്ദേഹത്തെ ആലിംഗനം ചെയ്ത് ദ്വേഷം വിസസർജ ആ അദ്ദേഹത്തോടുള്ള ദേഷ്യത്തെ അവിടെ ഉപേക്ഷിച്ചു. തതഃ സ്വകർമ്മണ ലജ്ജിതം പാദയോ സ്പൃശന്തമിന്ദ്രം പരിഷൃജ്യ ദ്വേഷം വിസസർജ ഉള്ളതാണ് ആ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം. 19. ഭഗവാൻ അഥ വിശ്വാത്മാ പൃഥുനോപഹൃദാർഹണഃ സമുജ്ജിഹാനയാ ഭക്തിയാ ഗൃഹീതചരണാംബുജഃ. ഭഗവാനഥ വിശ്വാത്മാ പൃഥുനോപഹൃദാർഹണഃ സമുജ്ജിഹാനയാ ഭക്തിയാ ഗൃഹീതചരണാംബുജഃ. അപ്പോൾ ഭഗവാൻ അനന്തരം ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു വിശ്വാത്മാ പൃഥുനോപഹൃദാർഹണ ആ പൃഥുവിനാൽ ഏറ്റവും വർദ്ധിച്ച ഭക്തിപൂർവം സമർപ്പിക്കപ്പെട്ടവനായിട്ട് തീർന്നു. പൃഥുനോപഹൃദാർഹണ സമുജ്ജിഹാനയാ ഭക്തിയ. അങ്ങനെ അദ്ദേഹം യാത്രയ്ക്കൊരുങ്ങിയ പ്രസ്ഥാനാഭിമുഖ അപി എന്ന് പറയുന്നുണ്ട്. ഭഗവാനഥ ഭക്തിയാ ഗൃഹീത ചരണാംബുജ. അനന്തരം ആ ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ പ്രസ്ഥാനാഭിമുഖ അപി. അടുത്ത ശ്ലോകത്തിലാണത് വരുന്നത്. അദ്ദേഹം പുറപ്പെടുകയാണ്, അന്തർധാനം ചെയ്ത് അവിടുന്ന് പോകാൻ പുറപ്പെടുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹം വിശ്വാത്മാ പൃഥുനോപഹൃതാർഹണ പൃഥുവിനാൽ വളരെ ഹൃദയപൂർവ്വം അർപ്പിക്കപ്പെട്ട ഉപചാരങ്ങളോട് കൂടിയിട്ട് പൂജോപചാരങ്ങളോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ടുള്ള ഗൃഹീത ചരണാംബുജ പൂജോപചാരങ്ങളോട് കൂടിയിട്ട് കെട്ടിപ്പിടിക്കപ്പെട്ട പാദപത്മങ്ങളോട് കൂടിയവനായിത്തീർന്നു. അപ്പോൾ ആ രാജാവ് അവിടെ ഭഗവാനെ പൂജിച്ചു, അദ്ദേഹത്തിൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ്. ഭഗവാനഥ വിശ്വാത്മാ പൃഥുനോപഹൃതാർഹണ സമുജ്ജിഹാനയാ ഭക്തിയാ ഗൃഹീത ചരണാംബുജ. അപ്പോൾ അതിൽ ഭഗവാൻ മഹാവിഷ്ണു അഥ അനന്തരം വിശ്വാത്മാ ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ ആ ഭഗവാൻ സമുജ്ജിഹാനയ ഏറ്റവും വർദ്ധിച്ച ഭക്തിഭാവത്തോടുകൂടി ഉപഹൃതാർഹണ അർപ്പിക്കപ്പെട്ട പൂജോപചാരങ്ങളോടെ ഗൃഹീത ചരണാംബുജ കെട്ടിപ്പിടിക്കപ്പെട്ട പാദപത്മത്തോടു കൂടിയവനായി എന്നുള്ളതാണ് പറയുന്നത്. ഭഗവാനഥ വിശ്വാത്മാ പൃഥുനോപഹൃതാർഹണ സമുജ്ജിഹാനയാ ഭക്തിയാ ഗൃഹീത ചരണാംബുജ. അപ്പോൾ ഒന്നും കൂടി പറയാം, 2 ശ്ലോകങ്ങളും കൂടി ചേർന്നിട്ടാണ് അവിടെ അർത്ഥമല്ല. അപ്പോൾ 20ാമത്തെ ശ്ലോകം കൂടി നമുക്ക് നോക്കാം. പ്രസ്ഥാനാഭിമുഖോപ്യേനം അനുഗ്രഹവിളംബിത പശ്യൻ പത്മബലാശാക്ഷോ ന പ്രദസ്ഥേ സുഹൃത്സതാം. പ്രസ്ഥാനാഭിമുഖോപ്യേനം അനുഗ്രഹവിളംബിത പശ്യൻ പത്മബലാശാക്ഷോ ന പ്രദസ്ഥേ സുഹൃത്സതാം. പ്രസ്ഥാനാഭിമുഖോ അദ്ദേഹം ആ ഭഗവാൻ അവിടെ നിന്നും പ്രസ്ഥാനം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ഏനം അനുഗ്രഹവിളംബിത അങ്ങനെയുള്ള അദ്ദേഹം ആ ഭക്താനുഗ്രഹത്തിന് ധാരാളം സമയം എടുത്തിട്ട് അനുഗ്രഹവിളംബിത സമയമെടുത്തിട്ട് പശ്യൻ നോക്കി പത്മബലാശാക്ഷോ അദ്ദേഹത്തിൻ്റെ ആ കമലദള നേത്രങ്ങളെ കൊണ്ട് നോക്കി. എന്നിട്ട് ന പ്രദസ്ഥേ അദ്ദേഹം പോയില്ല. സുഹൃത്സതാം ആ സജ്ജനമായിരിക്കുന്ന ആ സജ്ജനങ്ങളുടെ ഉറ്റബന്ധുവായിരിക്കുന്ന ആ അദ്ദേഹം ആ പൃഥുവിനെ നോക്കിക്കൊണ്ട് അവിടെ നിന്നു എന്നർത്ഥം. പ്രസ്ഥാനാഭിമുഖോപ്യേനം അനുഗ്രഹ വിളംബിത. അപ്പോൾ ആ അന്തർധാനം ചെയ്യാൻ പുറപ്പെട്ട മഹാവിഷ്ണു ആ അനുഗ്രഹം കൊടുക്കാൻ കുറച്ച് വിളംബിതനായിട്ട് കാലതാമസം എടുത്തിട്ട് ആ പൃഥുവിനെ നോക്കിക്കൊണ്ട് പശ്യൻ പത്മബലാശാക്ഷോ തൻ്റെ കമലനേത്രങ്ങളെ കൊണ്ട് പൃഥുവിനെ നോക്കിക്കൊണ്ട് പ്രദസ്ഥേ പോയില്ല. സുഹൃത്സതാം ആ സുഹൃത്തുക്കൾക്ക്
ഏറ്റവും പ്രിയനായിരിക്കുന്ന ആ ഭഗവാൻ. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നമുക്ക് നോക്കാം. ഈ 2 ശ്ലോകത്തിലെയും കൂടെയുള്ള പദങ്ങളാണ് പറയുന്നത്. അഥ അനന്തരം വിശ്വാത്മാവായ ലോകത്തിൻ്റെ ആത്മാവായ ഭഗവാൻ പ്രസ്ഥാനാഭിമുഖ അപി യാത്രയ്ക്ക് ഒരുങ്ങിയവനാണ് എങ്കിലും പൃഥുവിനാൽ സമുജ്ജിഹാനയ ഏറ്റവും വർദ്ധിച്ച ഭക്തിഭാവത്തോടെ ഉപഹൃതാർഹണ അർപ്പിക്കപ്പെട്ട പൂജോപചാരങ്ങളോടുകൂടി ഗൃഹീത ചരണാംബുജ കെട്ടിപ്പിടിക്കപ്പെട്ട ആ പാദപത്മങ്ങളോട് കൂടിയവനും സതാം സജ്ജനങ്ങളുടെ സുഹൃത്ത് ഉറ്റബന്ധുവുമായിരിക്കുന്ന പത്മവലാശാക്ഷ ആ താമരക്കണ്ണൻ അനുഗ്രഹ വിളംബിത ഭക്താനുഗ്രഹത്തിന് ധാരാളം സമയമെടുത്ത് ഏനം ഇദ്ദേഹത്തെ പശ്യൻ നോക്കി നിൽക്കുന്നതല്ലാതെ ന പ്രതസ്ഥേ പുറപ്പെട്ടില്ല. ഒന്നും കൂടി പറയാം. അഥ അനന്തരം വിശ്വാത്മാ ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു എന്നർത്ഥം. പ്രസ്ഥാനാഭിമുഖ അപി യാത്രയ്ക്കൊരുങ്ങിയവനെങ്കിലും പൃഥുവിനാൽ സമുജ്ജിഹാനയ ഏറ്റവും വർദ്ധിച്ച ഭക്തിഭാവത്തോടെ ഉപഹൃതാർഹണ അർപ്പിക്കപ്പെട്ട പൂജോപചാരങ്ങളോടെ ഗൃഹീത ചരണാംബുജ കെട്ടിപ്പിടിക്കപ്പെട്ട ആ പാദപത്മങ്ങളോടുകൂടിയവനും സതാം സജ്ജനങ്ങളുടെ സുഹൃത്ത് ഉറ്റബന്ധുവുമായിരിക്കുന്ന പത്മബലാശാക്ഷ ആ താമരക്കണ്ണൻ അനുഗ്രഹ വിളംബിത ഭക്താനുഗ്രഹത്തിന് ധാരാളം സമയമെടുത്ത് ഏനം ഇദ്ദേഹത്തെ പശ്യൻ നോക്കി നിന്നതല്ലാതെ ന പ്രതസ്ഥേ പുറപ്പെട്ടില്ല. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് അഥ വിശ്വാത്മാ ഭഗവാൻ പ്രസ്ഥാനാഭിമുഖ അപി പൃഥുന സമുജ്ജിഹാനയാ ഭക്തിയാ ഉപഹൃതാർഹണ ഗൃഹീത ചരണാംബുജ സതാം സുഹൃത് പത്മബലാശാക്ഷ അനുഗ്രഹ വിളംബിത ഏനം പശ്യൻ ന പ്രതസ്ഥേ. എന്നും കൂടി പറയാം. അഥ വിശ്വാത്മാ ഭഗവാൻ പ്രസ്ഥാനാഭിമുഖ അപി പൃഥുനാ സമുജ്ജിഹാനയാ ഭക്തിയാ ഉപഹൃതാർഹണ ഗൃഹീത ചരണാംബുജ സതാം സുഹൃത് പത്മബലാശാക്ഷ അനുഗ്രഹ വിളംബിത ഏനം പശ്യൻ ന പ്രതസ്ഥേ. അപ്പോൾ അനന്തരം ആ ലോകത്തിൻ്റെ ആത്മാവായിരിക്കുന്ന ആ മഹാവിഷ്ണു യാത്രയ്ക്കൊരുങ്ങിയവനാണെങ്കിലും ആ പൃഥുവിനാൽ ഏറ്റവും വർദ്ധിച്ച ഭക്തിഭാവത്തോടുകൂടി അർപ്പിക്കപ്പെട്ട പൂജോപചാരങ്ങളോടെ കെട്ടിപ്പിടിക്കപ്പെട്ട പാദപത്മങ്ങളോടുകൂടിയവനും സജ്ജനങ്ങളുടെ ഉറ്റബന്ധുവുമായിരിക്കുന്ന ആ താമരക്കണ്ണൻ ഭക്താനുഗ്രഹത്തിന് ധാരാളം സമയം എടുത്ത് നോക്കി നിന്നതല്ലാതെ പുറപ്പെട്ടില്ല. അപ്പോൾ ലോകം മുഴുവൻ ഭരിക്കുന്ന പൃഥുചക്രവർത്തി ആ വിഷ്ണു ഭഗവാന്റെ ഉപദേശം ഭക്തി ബഹുമാന പുരസ്സരം സ്വീകരിച്ചു. ഇന്ദ്രൻ തൻ്റെ കർമ്മത്തിൽ ലജ്ജിച്ച് പശ്ചാത്താപത്തോടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. വൈരമെല്ലാം ഉപേക്ഷിച്ച് ഇന്ദ്രനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. പൃഥുചക്രവർത്തി അനന്യഭക്തിഭാവത്തോടെ ആ ഭഗവാനെ പൂജിച്ച് ആ ശ്രീപാദങ്ങൾ കെട്ടിപ്പുണർന്നു. അവിടെ നിന്നും എഴുന്നള്ളുവാൻ ഉദ്ദേശിച്ചുവെങ്കിലും ചെന്താമരക്കണ്ണനും ഭക്താനുകമ്പിതനുമായിരിക്കുന്ന തന്നിരുവടി പൃഥുവിനെ അനുഗ്രഹിച്ച് മതിവരാത്ത വിധം അവിടെ തന്നെ നോക്കി നിന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ആ മഹാരാജാവായിരിക്കുന്ന പൃഥു ആ വിശ്വാത്മാവും ഭക്തവത്സരനുമായ ഭഗവാനെ പൂജിച്ച് നിമിഷം തോറും വളരുന്ന ഭക്തിഭാവത്തിൽ നിമഗ്നനായിട്ട് പ്രഭുവിൻ്റെ കമലചരണങ്ങളിൽ പതിച്ചു. ശ്രീഹരി അവിടെ നിന്നും പോകാൻ തുടങ്ങി. എന്നാൽ പൃഥുവിന് നേരെ അദ്ദേഹത്തിനുണ്ടായിരുന്ന വാത്സല്യത്തെ തടയാനായില്ല. അദ്ദേഹം തൻ്റെ കമലദളത്തിന് സമാനമായിരിക്കുന്ന നേത്രങ്ങൾ കൊണ്ട് പൃഥുവിനെ നോക്കിക്കൊണ്ടിരുന്നു. അവിടെ നിന്നും പോവാൻ തയ്യാറായില്ല എന്നാണ് പറഞ്ഞത്. അനന്തരം പൃഥുവിനാൽ പ്രകടിപ്പിക്കുന്ന ഭക്തിയോടെ അർപ്പിക്കപ്പെട്ട പൂജയോപചാരങ്ങളോട് കൂടിയവനും ഗ്രഹിക്കപ്പെട്ട പാദപത്മത്തോട് കൂടിയവനും ആയി. വിശ്വമൂർത്തിയായിരിക്കുന്ന ശ്രീ വിഷ്ണു ഭഗവാൻ പ്രയാണം ചെയ്യുന്നതിന് ഉദ്യതൻ ആയെങ്കിലും സജ്ജനങ്ങളുടെ ഉറ്റബന്ധുവായിരിക്കുന്ന ആ പങ്കജദളനേത്രൻ ഭക്താനുഗ്രഹ ഔത്സുക്യത്താൽ കാലവിളംബം വരുത്തി അങ്ങനെ ഈ പൃഥുവിനെ തൃക്കൺ പാർത്തുകൊണ്ടിരുന്നു. എഴുന്നള്ളുകയുണ്ടായില്ല. ആ ഭഗവാന്റെ കൃപാതിശയത്തെ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം എന്താന്ന് പറഞ്ഞത് നോക്കാം. പൃഥുനാ കൃതാർഹണോ
പൃഥുവിനാൽ ഇപ്രകാരം ചെയ്യപ്പെട്ട ഭഗവാൻ, സമർപ്പണം ചെയ്യപ്പെട്ട ഭഗവാൻ പ്രസ്ഥാനാഭിമുഖോപി, അന്തർധാനം ചെയ്യാൻ പുറപ്പെട്ടുവെങ്കിലും പൃഥും പശ്യൻ, പൃഥുവിനെ നോക്കിക്കൊണ്ട് വിളംബിത, കുറച്ചു നേരം അവിടെ നിന്നു, സൻ പ്രയാണം ന കൃതവാൻ, അദ്ദേഹം അവിടെ നിന്നും പോയില്ല. പൃഥുന കൃതാർഹണോ ഭഗവാൻ, പ്രകാരം പൃഥുവിനാൽ പൂജോപചാരങ്ങൾ അർപ്പണം ചെയ്യപ്പെട്ട ആ ഭഗവാൻ പ്രസ്ഥാനാഭിമുഖോപി, അവിടെ നിന്നും പോവാൻ പുറപ്പെട്ടു എങ്കിൽ കൂടി പൃഥും പശ്യൻ, ആ പൃഥുവിനെ നോക്കിക്കൊണ്ട് വിളംബിത, അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കാനൊരു കാലവിളംബമൊക്കെ ഉണ്ടാക്കിയിട്ട് സൻ പ്രയാണം ന കൃതവാൻ, അവിടെ നിന്നും പോയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ ആ വ്യാഖ്യാനം വായിക്കാം. പൃഥുനാ കൃതാർഹണോ ഭഗവാൻ പ്രസ്ഥാനാഭിമുഖോപി പൃഥും പശ്യൻ വിളംബിത സൻ പ്രയാണം ന കൃതവാൻ. അവിടെ നിന്നും പോയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.